ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. നിരവധി പുതിയ വീടുകളും പഴയ വീടുകളും വീട് പണിയാനുള്ള സ്ഥലങ്ങളും ഇതിനോടകം തന്നെ നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പുതിയ വീട് കാണുമ്പോഴും അത് വീഡിയോയിൽ പകർത്തുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകതകൾ, ഓരോ വെറൈറ്റി കാര്യങ്ങൾ ഓരോ പുതിയ വീടിനും ഉണ്ടാകും. ഈ വീട് നല്ല ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ തന്നെ പെടുന്ന ഒരു വീടാണ്. ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടിൻ്റെ മുൻവശത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന, വീടിൻ്റെ മുൻവശത്ത് മുറ്റത്ത് തന്നെ ടൈലും കാര്യങ്ങളും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. വീടും വീടിൻ്റെ ഉൾഭാഗവും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൂർണ്ണമായും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. വീട് കാണാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളയം, പൂച്ചട്ടി, അതുപോലെ തന്നെ കൊഴുക്കുള്ളി, ഈ 3 ഭാഗങ്ങളുടെ ഏകദേശം മധ്യത്തിലായിട്ടാണ് ഈ വീട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ വീട് 4 ബെഡ്റൂമിൻ്റെ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. 4 സെൻറ്റ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം താഴെയായി 2 ബെഡ്റൂം മുകൾ ഭാഗത്തായിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ്. വാസ്തുപ്രകാരം പണി കഴിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ പ്രകാരം ചെയ്തിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു പുതിയ വീടാണ്. ഈ വീട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, മണ്ണുത്തി സെൻറ്റർ 3 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ, ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലേക്ക് ഏകദേശം 3/4 കിലോമീറ്റർ, ഡോൺ ബോസ്കോ കോളേജ് ഏകദേശം 2.5 കിലോമീറ്റർ, അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, റേഷൻ കട, പോസ്റ്റ് ഓഫീസൊക്കെയും തൊട്ടടുത്തായിട്ടുള്ള അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്കാണെങ്കിൽ ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അമ്പല പരിസരത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്, മുസ്ലിം പള്ളി ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പുതിയ വീട് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീട് സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ ലിവിങ് ഹാള്, സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, അതാണ് താഴത്തെ ഫ്ലോറിൽ വരുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, അതുപോലെ തന്നെ ഒരു മിനി ഹാള്, അതുപോലെ തന്നെ ഓപ്പൺ ഏരിയ, ബാൽക്കണി, അത്തരത്തിലാണ് മുകൾ ഭാഗം വരുന്നത്. താഴത്തെ ബെഡ്റൂമുകൾ സാധാരണ വലിപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ്. മുകളിലത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന ബെഡ്റൂമാണ്. അതുപോലെ തന്നെ സെമി ഫർണിഷ്ഡ് വീടാണ്. വീടിൻ്റെ അത്യാവശ്യം ബെഡ്റൂമുകളുടെയും കിച്ചൺ കബോർഡുകളുടെയും ഒക്കെയും കബോർഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ താഴത്തെ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് ഏകദേശം 11x11 ആണ് ഒരു ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഏകദേശം 11.5x13 സൈസാണ് വരുന്നത്. അത് ഗുണിച്ച് നോക്കിയാൽ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ ലഭ്യമാകും. അതുപോലെ തന്നെ നമ്മൾക്ക് മുകളിലത്തെ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമുകൾ
സൈസാക്കുന്ന വലിയ ബെഡ്റൂമുകളാണ് മുകൾ ഭാഗത്തുള്ളത്. അതിൻ്റെ അളവ് വരുന്നത് ഏകദേശം 14x10 ഒരു ബെഡ്റൂമും ഏകദേശം 11x10 അടുത്തൊരു ബെഡ്റൂമുമാണ് വരുന്നത്. അതുപോലെ തന്നെ ലിവിങ് ഹാളിൻ്റെ അളവ് വരുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ലിവിങ് ഹാളും അതുപോലെ തന്നെ വലുപ്പത്തിലുള്ള ഒരു ഡൈനിങ് ഹാളുമാണ് ഉള്ളത്. ലിവിങ് ഹാളിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം 14x11 ആണ്. ഡൈനിങ് ഹാൾ വരുന്നത് ഏകദേശം 16x8 ആണ്. കിച്ചൺ വരുന്നത് ഏകദേശം 9x12 ആണ്. മുകളിൽ നമ്മൾക്ക് ഒരു ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ മുകൾ ഭാഗത്തൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അളവ് വരുന്നത് ഏകദേശം 11x11 ആണ്. അത്തരത്തിൽ 4 സെൻറ്റ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, ആ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ചുറ്റും കോമ്പൗണ്ട് വാള്, വീടിൻ്റെ മുന്നിൽ തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല വലിയ വലിയ വീടുകളുടെ ഇടയിലായി പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഏരിയയിലുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 63 ലക്ഷം രൂപയാണ്. വളരെ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ നല്ല മെറ്റീരിയലുകളും നല്ല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വീട് കാണുമ്പോൾ തന്നെ, അതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇപ്പോഴത്തെ പുതിയ മോഡലിലുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുമാതിരി നല്ല ടൈലുകളാണ് ലിവിങ് ഹാളായാലും ഡൈനിങ് ഹാളായാലും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ ആയാലും ഒക്കെ നല്ല ടൈലുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വർക്കും കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. ഡോറും ഫ്രെയിമും വിൻഡോ ഫ്രെയിമൊക്കെ ടാറ്റ സ്റ്റീൽ ഉള്ള ഫ്രെയിമുകളാണ്. അതുപോലെ തന്നെ മറ്റു ഡോറിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് തേക്കും മരത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടിന് ലോൺ ഫെസിലിറ്റി, ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുവാൻ സാധിക്കും. തൃശ്ശൂർ ജില്ലയിലെ മുളയം, പൂച്ചട്ടി, കൊഴുക്കുള്ളി എന്നീ 3 പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ മധ്യത്തിലായിട്ടാണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതിന് വേണ്ടി വീട് കണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ്. ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി നിരവധി പുതിയ വീടുകളുടെയും പഴയ വീടുകളുടെയും വീട് പണിയാൻ അനുയോജ്യമായ സ്ഥലങ്ങളുടെയും നിരവധി വീഡിയോകൾ നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കുറേ വീടുകളും സ്ഥലങ്ങളൊക്കെ വിറ്റുപോയിട്ടുണ്ട്. വിറ്റുപോയത് മുഴുവൻ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും വിറ്റ് പോകാതെ പുതിയ വീടുകളും പഴയ വീടുകളും നല്ല നല്ല സ്ഥലങ്ങളും ഉണ്ട്. ആവശ്യമുള്ളവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുക. ആവശ്യമായ കാര്യങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫുൾ ഭാഗങ്ങളും മുകൾ ഭാഗവും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. വീഡിയോ തുടർന്ന് കാണുക. എല്ലാവർക്കും അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.